ന്യൂസ് ടുഡേ കേരളം ഇപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റ് നടയിലാണ്. മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ 24 മണിക്കൂർ ഉപവാസം നടക്കുകയാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ. മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ MP നയിക്കുന്ന ഈ 24 മണിക്കൂർ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ആണ്, KPCC പ്രസിഡൻ്റാണ്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ KC വേണുഗോപാൽ MP ആണ്. ഫെബ്രുവരി 23-ാം തീയതി ഇന്ന് രാവിലെ 10 മണി മുതൽ നാളെ രാവിലെ 10 മണി വരെയാണ് ഈ ഉപവാസ സമരം ഇവിടെ അനുഷ്ഠിക്കുന്നത്. ഈ സർക്കാരിൻ്റെ കാലത്തുള്ള സാധനങ്ങൾക്കുള്ള തീ പിടിച്ച വില, അതാണ് ഇവരിവിടെ പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. മാവേലി സ്റ്റോറുകൾ പൂട്ടുകയും ബാറുകൾ തുറക്കുകയും ചെയ്യുന്ന പിണറായിയുടെ ഭരണപരിഷ്കാരത്തിനെതിരായിട്ടുള്ള ഒരു സമര പരിപാടിയാണ് അഡ്വക്കേറ്റ് ജബി മേത്തർ MPയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ നേതാക്കളും എത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജബി മേത്തർ നയിക്കുന്ന ഈ ഉപവാസ സമരത്തിലേക്ക് എല്ലാ വനിതാ മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ചേർന്നുകൊണ്ടിരിക്കുന്നു. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഇപ്പോൾ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഉപവാസ സമരമാണ് അഡ്വക്കേറ്റ് ജബി മേത്തർ MPയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പലവ്യഞ്ജന സാധനങ്ങളടക്കം പച്ചക്കറികളടക്കം എല്ലാ സാധനങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വില വിവര പട്ടികയും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഭരണം വന്നതിന് ശേഷം, പിണറായി സർക്കാരിൻ്റെ ഭരണം വന്നതിന് ശേഷം സാധനങ്ങളിലുണ്ടായ വില വർധനവ് വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് ഇവിടെ ഈ ഒരു ഉപരോധ സമരം നടത്തുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തോളമായി കേരളം ഭരിച്ച് മുടിച്ച് പൊതുജനങ്ങളെ ദുരിതത്തിലാക്കിക്കൊണ്ട് സമസ്ത മേഖലകളിലും ദുരിതം വിതച്ചുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന LDF സർക്കാരിനെതിരെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജബി മേത്തർ MPയുടെ നേതൃത്വത്തിൽ 24 മണിക്കൂർ ഉപവാസ സമരവുമായാണ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് വന്നിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില അനുദിനം കുതിച്ചുയർന്നുകൊണ്ട് സമൂഹത്തെ, സാധാരണക്കാരെ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ടാണ് ഈ സർക്കാർ ഇത്രയും കാലം മുന്നോട്ട് പോയത്. അന്ന് 112 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ 480 രൂപയായി വെളിച്ചെണ്ണയുടെ വില ഉയർന്നിരിക്കുകയാണ്. ധാന്യങ്ങളുടെ വില UDF കാലഘട്ടത്തിൽ 50 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ ധാന്യങ്ങളുടെ വില 200 രൂപയായി ഉയർന്നിരിക്കുകയാണ്. പച്ചക്കറിയുടെ ശരാശരി വില UDF കാലഘട്ടത്തിൽ 20 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ശരാശരി 80 ഉയർന്നിരിക്കുകയാണ്. പയർ വർഗ്ഗങ്ങൾ UDF കാലഘട്ടത്തിൽ 112 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ 162 രൂപയായി ഉയർന്നിരിക്കുകയാണ്. കടല 72 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ 110 രൂപയായി ഉയർന്നിരിക്കുകയാണ്. അരിയുടെ വില UDF കാലഘട്ടത്തിൽ 32 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ 54 രൂപയായി ഉയർന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, വൈദ്യുതി ചാർജിന്റെ വില ഉയർന്നതും വെള്ളത്തിന്റെ വില ഉയരുന്നതും ഒക്കെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ അമ്മമാരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അവരനുഭവിക്കുന്ന ദുരിതം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ മനസാക്ഷിയുടെ ഭാഗമായി മഹിളാ കോൺഗ്രസ് ഈ വിലക്കയറ്റം, ഈ വിഷയത്തിൽ 24 മണിക്കൂർ ഉപവാസം എടുത്തിട്ടുള്ളതും തീരുമാനമെടുത്തിട്ടുള്ളതും ഇതൊരു തുടക്കം മാത്രമാണ്. ജില്ലാ തലങ്ങളിൽ, ബ്ലോക്ക് തലങ്ങളിൽ, മണ്ഡലം തലങ്ങളിൽ, വാർഡ് തലങ്ങളിൽ മാർച്ച് 8-ാം തീയതി വനിതാ ദിനത്തിൽ ഈ വർഷം മഹിളാ കോൺഗ്രസ് പിണറായി വിജയൻ സർക്കാർ ഈ കേരളത്തിലെ വനിതകളോട് ചെയ്യുന്ന അനീതിക്കെതിരെയുള്ള വഞ്ചനാ ദിനമായി ആചരിക്കാൻ കൂടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സമരത്തിന്റെ മുദ്രാവാക്യം പിണറായി കാലം തീവിലക്കാലം കടക്കു പുറത്ത് എന്നുള്ളതാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഇന്ന് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന രൂക്ഷമായ ജീവൽ പ്രശ്നങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ്.
കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തന്നെ സമര സംഗമങ്ങൾ എല്ലാ ജില്ലകളിലും നടത്തിയപ്പോഴും നിരവധിയായ സമര പരമ്പരകൾ നടത്തിയപ്പോഴും അസംബ്ലിക്കകത്ത് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിച്ചപ്പോഴും എല്ലാം സർക്കാരിനെ ഉത്തരമുട്ടിയ ഒരു വിഷയമാണ് നിത്യോപയോഗ സാധനങ്ങളുടെ തീപിടിച്ച വിലക്കയറ്റമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ജീവിതത്തിൽ വരുമാനം വർദ്ധിക്കുന്നില്ല. സർക്കാർ ജീവനക്കാർക്കുൾപ്പെടെ ലഭിക്കേണ്ട ശമ്പള പരിഷ്കരണമാണെങ്കിലും DA ആനുകൂല്യങ്ങളാണെങ്കിലും അത് കുടിശ്ശികയായിട്ട് നിൽക്കുമ്പോഴും ആശാ വർക്കർമാര് ഒരു വർഷക്കാലം തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ അവരുടെ ജീവൽ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സമരം നടത്തിയപ്പോൾ ആ സമരത്തോടും സർക്കാർ സ്വീകരിച്ചത് ഉച്ചത്തിന്റെ മനോഭാവമാണ്. റെയിൽ വരും കേട്ടോ, ഇതാണല്ലോ അതിന്റെ പരസ്യവാചകം. പിണറായി വിജയന്റെ മാത്രം പദ്ധതിയായിരുന്നു. ആ പദ്ധതി എന്താ? അതിന്റെ സ്ഥിതി എന്തായി ആ സ്ഥിതി? എത്രയോ പാവങ്ങള് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോ ഉറങ്ങാൻ കിടന്ന കട്ടിലിന് ഇപ്പുറത്തൊരു മഞ്ഞക്കുറ്റി. ആ മഞ്ഞക്കുറ്റി ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും വലിച്ചെറിഞ്ഞതുപോലെ ഈ സർക്കാരിനെ 1.5 മാസം കഴിയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ വലിച്ചെറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പവറുള്ള കേരളം. ഇവരെത്ര തവണയാണ് കറണ്ട് ചാർജ് കൂട്ടിയത്? കേരളത്തിന്റെ ചരിത്രത്തിൽ കറണ്ട് ചാർജ് കൂട്ടാതെ വൈദ്യുതി ചാർജ് കുറച്ച ഒരേ ഒരു വൈദ്യുതി വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നുള്ളൂ. ആ മന്ത്രിയുടെ പേര് ആര്യാടൻ മുഹമ്മദ് എന്നാണ്. വൈദ്യുതി ചാർജ് കുറച്ച വൈദ്യുതി വകുപ്പ് മന്ത്രി. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ വൈദ്യുതി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പരസ്യം പോകുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിലടക്കം പള്ളിക്കൂടം പൂട്ടിയിട്ടില്ലേ ഈ സർക്കാരിന്റെ കാലത്ത്? ധർമ്മടത്തടക്കം പള്ളിക്കൂടങ്ങൾ പൂട്ടുന്നില്ലേ? പൂട്ടിയില്ലേ? അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി 10ാമത്തെ കൊല്ലത്തിന് അതിന്റെ കോളിംഗ് അറ്റൻഷൻ നിയമസഭയിൽ അവതരിപ്പിച്ച MLA ആണ് ശ്രീ മോൻസ് ജോസഫ്. അന്ന് അഭിമതരായ പിതാക്കന്മാരെ അടക്കം പരിഹസിക്കുന്ന സമീപനമല്ലേ ഈ സർക്കാർ സ്വീകരിച്ചത്? ഓക്കി നിപ്പാം പ്രളയം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രളയ ഫണ്ട് തട്ടിയത്. ഓർമ്മ വരത്തില്ലേ? കോവിഡ് കാലത്ത് PPE കിറ്റിൽ കൊള്ള നടത്തിയത് ഓർമ്മ വരത്തില്ലേ ഈ പരസ്യം കാണുമ്പോൾ? പ്രിയങ്കരിയായ ജെബി മേത്തർ MP-യുടെ നേതൃത്വത്തിൽ മഹിളാ കോൺഗ്രസ് നടത്തുന്ന ഈ സമരം പിണറായി സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. ഇനി കണ്ണ് തുറന്നില്ലെങ്കിലും കേരള ജനതയുടെ കണ്ണ് തുറക്കും. കേരള ജനത കണ്ണ് തുറന്നാൽ ഈ സർക്കാർ നിലം പൊത്തി താഴെ വീഴുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിലയേറിയ സമ്മതിദാനാവകാശം കേരള ജനത വിനിയോഗിക്കാൻ പോകുന്നത് കള്ളപ്പരസ്യങ്ങൾ വണ്ടിയിലെഴുതി ഇവിടെ നാടൊട്ടാകെ കള്ളപ്രചരണം നടത്തി 10 വർഷം അധികാരത്തിൽ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ച ഇടതു മുന്നണിക്കെതിരെയുള്ള പ്രതിഷേധം ഐക്യജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവായിരിക്കും കേരളത്തിൽ സംഭവിക്കുന്ന 2026 തെരഞ്ഞെടുപ്പ് വിജയം. ഈ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇടത് സർക്കാരിനെ ഒരു നിമിഷം നേരത്തെ താഴെ ഇറക്കി കേരള ജനതയ്ക്ക് സ്വസ്ഥമായ സ്വൈര്യമായ ഒരു ജീവിതം സമ്മാനിക്കുവാൻ ജനങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ജെബി മേത്തർ MP-യുടെ നേതൃത്വത്തിലുള്ള മഹിളാ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ഒരു വിശ്വാസിക്ക് അമ്പലത്തിലോ അല്ലെങ്കിൽ മസ്ജിദിലോ അല്ലെങ്കിൽ ചർച്ചിലോ അതിന്റെ മുമ്പില്ല ഒരു തരി മണൽ എടുക്കാൻ അവർക്ക് സാധിക്കും. കാരണം നമ്മുടെ വിശ്വാസം അത് അനുവദിക്കില്ല. ഇവർക്കൊരു വിശ്വാസവും ഒരു കുന്തവുമില്ല പ്രിയപ്പെട്ടവരെ. ഇവർക്കൊരു വിശ്വാസമില്ല. ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അവർ സ്വർണത്തെ സ്വർണമായി കാണുന്നു, നെയ്യിനെ നെയ്യായി കാണുന്നു, അതുപോലെ തന്നെ അരവണയെ അരവണയായി കാണുന്നു. അല്ല, വിശ്വാസത്തിന്റെ ഭാഗമായി ഇവർ കാണുന്നില്ല എന്നുള്ള സത്യമാണ് നമുക്ക്. അതുകൊണ്ടാണ് ഇവർ കളവ് നടത്തുന്നത്, കളവിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. 2000 മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ ചർച്ചയായിരിക്കുകയാണ്. ഓരോ വീട്ടുകാരും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുള്ള പ്രധാനമായി LDF ഗവൺമെന്റിലെ ഒരു ജനവികാരമുണ്ടായത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റമാണ്. ഈ വിലക്കയറ്റം പൊതുവിപണിയിലോ സർക്കാർ മാവേലി സ്റ്റോറുകളിലോ ഇത് നിയന്ത്രിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. അതിന്റെ പരാജയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എന്നും ഇന്ന് കേരളത്തിൽ നമുക്കറിയാം മഹിളാ കോൺഗ്രസ് ജെബി മേത്തർ നേതൃത്വത്തിൽ എത്രയോ സമര പോരാട്ടങ്ങൾ നടത്തി മഹിളകളെ സജ്ജമാക്കിക്കൊണ്ട് ജനഹൃദയങ്ങളിലേക്ക്, വനിതാ ഹൃദയങ്ങളിലേക്ക് ഇന്ന് മഹിളാ കോൺഗ്രസ് ചെന്നെത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ.
ഇപ്പൊ ഓരോ ദിവസവും പത്രമെടുത്ത് വായിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം നടക്കുമോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. കാരണം എന്താ, ശബരിമല പോലെയുള്ള പരിപാവനമായ ആ കേന്ദ്രങ്ങളിൽ പോലും ഇന്ന് കൊള്ളയടിക്കുന്ന ഒരു പാർട്ടിയായി, ഒരു ഭരണ സംവിധാനമായി CPM മാറിയിരിക്കുകയാണ്. 995 ശ്രീ വിജയമല്ലിക UB ഗ്രൂപ്പിന്റെ ചെയർമാൻ ശബരിമലയിൽ സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിയുന്നതിന് വേണ്ടി കൊടുത്ത സ്വർണം മുഴുവൻ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിന്റെ ഫലമായി അതെല്ലാം ഉരുക്കി വിറ്റ് പണമുണ്ടാക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് CPM സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഓരോ ദിവസവും നമ്മൾ പത്രമെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണുന്നത്. CPM-ന്റെ നേതാക്കന്മാർ ഇന്ന് ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ജയിലിൽ കിടക്കുന്ന ആ നേതാക്കന്മാരെ ജയിലിന് പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഗവൺമെന്റായി ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാറുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അയ്യപ്പ സംഗമം നടത്തിയത് പമ്പയിലാണ്, പക്ഷേ അവിടെ താമസിക്കാനുള്ള മുറി ബുക്ക് ചെയ്തത് മൂന്നാറിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നടക്കാത്ത ഭജനയുടെ പേരിൽ 8 ലക്ഷം രൂപയാണ് ഈ കള്ളന്മാർ എഴുതിയെടുത്തത്. സ്നേഹിതരെ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ നമ്മൾ നടക്കുമോ എന്ന് പോലും സംശയിക്കുന്ന തീവെട്ടി കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഒരു ഗവൺമെന്റായി ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് സുലഭമായി കിട്ടുന്ന 2 സാധനങ്ങളാണ്, ഒന്ന് മയക്കുമരുന്നും മദ്യവും. ഈ ഗവൺമെന്റ് കേരളത്തിലെ പാവപ്പെട്ട അമ്മമാരുടെ കണ്ണുനീര് കാണാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ അമ്പലങ്ങളും മസ്ജിദുകളും ഒക്കെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അതെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ശബരിമലയിൽ പോലും വൻ കൊള്ള നടത്തിക്കൊണ്ട് ഈ ഗവൺമെന്റ് പോകുന്നു. 10 വർഷക്കാലം കൊണ്ട് ഈ നാടിന്റെ സമാധാനം നഷ്ടപ്പെട്ടു, വികസനം നഷ്ടപ്പെട്ടു, നിത്യോപയോഗ സാധനങ്ങൾക്ക് തീ പിടിച്ച വിലയായി. എല്ലാ മേഖലകളിലും ഗവൺമെന്റ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ പരാജയം വരാൻ പോകുന്ന ഇലക്ഷനിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വൻ വിജയത്തിന് വഴിതെളിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, പണം ഒന്നിനും തടസ്സമല്ല, എല്ലാത്തിനും പണമുണ്ട് എന്ന് അവർ പറയുമ്പോൾ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് കോൺട്രാക്ടർമാർക്ക് പണം കൊടുക്കാതില്ലാത്തത് കൊണ്ടും അവരുടെ ഡ്യൂസ് ക്ലിയർ ചെയ്യാൻ പണമില്ലാത്തത് കൊണ്ടുമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു ചെറിയ ലീക്ക് ഉണ്ടായാൽ അവിടെ പരിഹരിക്കാനുള്ള കോൺട്രാക്ടർമാർ വരുന്നില്ല. കാരണം എത്രയോ കാലത്തെ കോടിക്കണക്കിന് രൂപയുടെ പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ സർക്കാർ പണം ഒന്നിനും വിഷയമല്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് താഴെത്തട്ടിൽ പദ്ധതികൾക്ക് പണം കൊടുക്കാത്തത് കൊണ്ട് ഈ തിരുവനന്തപുരം ജില്ലയിലെ ആളുകളുടെ ജീവിതം സ്തംഭിച്ചിരിക്കുകയാണ്. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ 100 വാർഡുകളിൽ ഏകദേശം 65ഓളം വാർഡുകളിൽ കുടിവെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിലുള്ള വിഷയത്തിൽ വളരെ സജീവമായി ഇടപെട്ടതിന് ശേഷമാണ് നമ്മൾ ഈ സമരത്തിലെത്തുന്നത്. ഈ സമരം എന്തുകൊണ്ടും മഹിളാ കോൺഗ്രസ് സത്യം പറഞ്ഞാൽ പാർട്ടി നേരത്തെ ചെയ്യേണ്ട ഒരു സമരമായിരുന്നു. ഈ വിലക്കയറ്റം, ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷം അത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം, ആളുകളുടെ മനസ്സിൽ ഇത് പഴയ പോലെ ഈ വിലക്കയറ്റം എന്നുള്ളത് അഫക്റ്റ് ചെയ്യുന്നില്ല. അത് ആളുകൾ മനസ്സിലാകുന്നില്ല. കാരണം പണ്ടൊക്കെ പെട്രോളിന് വില കൂടുമ്പോൾ അറിയായിരുന്നു. ഈ പെട്രോളിന് ഡീറെഗുലേഷൻ വന്നതോടെ ഒരു ദിവസത്തെ പെട്രോൾ വില നമുക്ക് അറിയില്ല. ചില ദിവസം 2 രൂപ കൂടുതലായിരിക്കും, പിന്നെ കുറവായിരിക്കും, കൂടുതലായിരിക്കും. പണ്ടൊക്കെ പെട്രോൾ വില കൂടുന്നതും കുറയുന്നതനുസരിച്ച് വിലക്കയറ്റത്തെക്കുറിച്ച് അറിയാൻ ജനങ്ങൾക്ക് ഇതുണ്ടായിരുന്നു. ഇന്ന് സാധനങ്ങളുടെ വിലക്കയറ്റം, നിങ്ങൾ ഈ പറയുന്ന വൈദ്യുതി ആകട്ടെ, വെള്ളമാകട്ടെ, അല്ലെങ്കിൽ ബസ് യാത്രയാകട്ടെ, അല്ലെങ്കിൽ അവശ്യ വസ്തുക്കളാകട്ടെ, പ്രത്യേകിച്ച് നമ്മുടെ ഒരു ബൈയിങ് പാറ്റേൺ മാറുമ്പോൾ പണ്ടൊക്കെ കടയിൽ പോയി സാധനങ്ങളുടെ വില നമ്മൾ വഴക്കുണ്ടാക്കി വാങ്ങിക്കുന്നൊരു പാറ്റേണിൽ നിന്ന് മാറി പല സാധനങ്ങളും ഓൺലൈൻ അടക്കം നമ്മളടക്കം വാങ്ങിക്കുമ്പോൾ യാഗമൊത്തമുള്ള വിലക്കയറ്റത്തിന് നമ്മൾ അറിയുന്നില്ല. പക്ഷെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഏറ്റവും ക്രൂരമായിട്ടുള്ള വിലക്കയറ്റമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് പോകാനുള്ള മനോധൈര്യം ഇവിടുത്തെ ഏതെങ്കിലും സഖാക്കൾക്കുണ്ടോ? എൻ്റെ ചോദ്യം അതേയുള്ളൂ. ഏതെങ്കിലും ഒരു സഖാവിന് ഒരു സർക്കാർ ആശുപത്രിയിൽ പോയി തൻ്റെ ഭാര്യയോ കുഞ്ഞിനെയോ അവിടെ കൊണ്ടുവന്ന് ചികിത്സിപ്പിക്കാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സഖാവിന് പോകാൻ കഴിയുമെങ്കിൽ സഖാവെ പോയി നോക്കാം, അപ്പോഴറിയാം വിവരം. പോയി നോക്കണം, അപ്പോഴറിയാം വിവരം. ഒരു ഡോക്ടർ ഉളുപ്പില്ലാതെ പറയുക
10 വർഷം കത്തി അകത്തിരുന്നാലും കുഴപ്പം വരില്ല എന്നല്ലേ? എന്തൊരു സംഭവമായത്! 10 വർഷം കത്തിയും കൂടെ 10 വർഷം അകത്ത് കിടന്നാലും 50 വർഷം കിടന്നാലും കുഴപ്പം വരില്ല എന്ന് പറഞ്ഞൊരു ഡോക്ടർ സേവനം കിട്ടിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെയൊക്കെ ഒന്നും പറയാൻ നിവർത്തിയില്ലാത്ത, ഒന്നും ചെയ്യാൻ നിവർത്തിയില്ലാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെ ലോകം കാണാൻ കഴിയാതെ കൊന്ന നെടുമങ്ങാട് ആശുപത്രിയിലെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ കാണുമെന്ന് ഞാൻ കരുതുന്നു. ദിവസങ്ങളായില്ല. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്. നമ്മുടെ മുഖ്യമന്ത്രി സമ്മേളനം നടത്തുമ്പോൾ അങ്ങനെ വായിൽ ആകെ കൂടി ഉദിക്കുന്ന ഒരേ ഒരു വാക്കാണ് എല്ലാം ഒറ്റപ്പെട്ട സംഭവമാണ്. ഈ കേരളത്തിൽ ഇന്ന് വരെ നടന്ന എല്ലാ സംഭവങ്ങളും ഒറ്റപ്പെട്ട സംഭവങ്ങളായതുകൊണ്ട് ആ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ എണ്ണം നമ്മൾ എടുത്താൽ ലക്ഷോപലക്ഷം എണ്ണം വരുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ. അതിനുത്തരം പറയാൻ ഈ മുഖ്യമന്ത്രിക്കോ ഈ എഴുതിക്കണം പവറുള്ള കേരളം, അടുത്തൊരു വണ്ടി പവറുള്ള കേരളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒത്തുചേരുമ്പോ പവറുള്ള കേരളത്തിൽ കൂടി കടന്നു പോകാമെന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, അങ്ങേക്ക് ഈ ആശുപത്രിയിലേക്ക് ഒന്ന് തുന്നിച്ചേർക്കാനുള്ള നൂലും അതുപോലെ തന്നെ ശസ്ത്രക്രിയ നടത്തുവാനുള്ള ഉപകരണങ്ങളും വാങ്ങിച്ചു കൊടുക്കുവാൻ ഈ 9 കോടിയുടെ ഒരു അംശം മാത്രമല്ലേ നിങ്ങൾക്ക് വേണ്ടി വരുന്നുള്ളൂ. നിങ്ങൾ 10 വർഷം ഈ സംസ്ഥാനം ഭരിച്ചുവെങ്കിൽ ആ 10 വർഷത്തെ ഇത് അത്രയും എഴുതി വെക്കാൻ അതാ കിടക്കണ ക്ലീൻ സ്റ്റേറ്റ്. എന്തൊരു സ്റ്റേറ്റാണിത്! കേരളത്തിന്റെ ഏറ്റവും മനോഹരമായ ഇന്ത്യ മഹാരാജ്യത്തിന് എത്ര സംസ്ഥാനമുണ്ടെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയും പറയില്ല, മുഖ്യമന്ത്രിയും പറയില്ല. ആ സംസ്ഥാനത്താണ് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ക്ലീൻ സ്റ്റേറ്റായി പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളമെന്ന്. ഉളുപ്പില്ലേ ഇങ്ങനെ കയറിയിരുന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ? അപ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആവശ്യമായിട്ടുള്ള ഘടകമാണ്. സാധന വിലകൾ നിയന്ത്രിച്ച് നിൽക്കുക എന്ന് പറയേണ്ടത് കേവലം ഒരു ആവശ്യമല്ല, അത് ജീവിതത്തിൻ്റെ ഒരു ഉപാധിയായിട്ടുള്ള കാര്യമാണ് കേരളത്തെ സംബന്ധിച്ച്. ഇപ്പോൾ ആരെങ്കിലും ഒന്ന് വിലക്കയറ്റം ഉണ്ടെന്ന് പറഞ്ഞു പോയാൽ ആ പറഞ്ഞു പോകുന്നത് മഹാപരാധമായി കണ്ട് അതിനെ എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ സ്ഥിതി. അതാണോ കേരളത്തോട് നിങ്ങൾ ചെയ്യേണ്ടത്? കർണാടകത്തിൽ ഹെലികോപ്റ്റർ ഫാക്ടറിയാണ്, തമിഴ്നാട്ടിൽ റോൾസ് റോയ്സിന്റെ വാഹനത്തിന്റെ ഫാക്ടറിയാണ്, ആന്ധ്രാപ്രദേശ് AI ഹബ്ബാക്കുകയാണ്. നമ്മുടെ കേരളം അഭിമാനിക്കുന്നത് മിന്നൽ ബിസ്കി അല്ലേ, മിന്നൽ മാജിക്. അതാണല്ലോ 12 മണി വരെ ആക്കി കൊടുത്തു ബാറിന്റെ സമയം. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് സംഭാവനയുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഡീസൽ, പെട്രോൾ, അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തെ ഡീസലിന്റെയും പെട്രോളിന്റെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. എക്സൈസ് ഡ്യൂട്ടി കേന്ദ്ര ഗവൺമെന്റ് യാതൊരു നിശ്ചയവുമില്ലാതെ, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ എക്സൈസ് ഡ്യൂട്ടി കൂട്ടി പെട്രോളിന്റെയും ഡീസലിന്റെയും വില സാധാരണക്കാർ ഈ പെട്രോൾ ഡീസൽ വിലക്കയറ്റത്തിന്, സാധാരണ വിലക്കയറ്റത്തിനെ ബാധിക്കുന്ന ഒന്നാണ്. കേരളം ഒരു മാറ്റത്തിനായി കാത്തിരിക്കുകയാണ്. ആ മാറ്റം വന്നാൽ നിങ്ങൾ കളിയാക്കിയ ഈ വിലക്കയറ്റം തന്നെയായിരിക്കും UDF ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന ഏറ്റവും മികച്ച കാര്യം, വലിയ കാര്യം. അത് നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാക്കുകയായിരിക്കും UDF ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി എന്ന് ഞങ്ങളിവിടെ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ മുതൽ ഇന്ന് രാവിലെ വരെ നടത്തിയിരിക്കുന്ന ഈ ധർമ്മസമരം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ ഈ സമരത്തിന് പാർട്ടിയുടെയും ജനങ്ങളുടെയും എല്ലാവിധമായ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് അറിയിക്കുന്നു. നമസ്കാരം.